നമുക്ക് നല്ലൊരു അടിപൊളി വറുത്തരച്ച സാമ്പാർ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിന്നൊരു കുക്കറിൽ കുറച്ച് പരിപ്പെടുത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ആ ഒരു സമയം കൊണ്ട് ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ, ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, തേങ്ങ, കറിവേപ്പില ഇവ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, മുളക് പൊടി ഇവയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായി അരയട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെണ്ടയ്ക്ക ഇട്ട് വറുത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക. എന്നിട്ട് ഈ ഒരു കുക്കർ നമുക്ക് തുറന്നു കൊടുക്കാം കേട്ടോ. അതായത് ആ പരിപ്പിട്ട കുക്കറാണ്. അതിലേക്ക് നമുക്കിനി സാമ്പാറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പച്ചക്കറികളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 4-5 ടൈപ്പ് പച്ചക്കറി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു വിസിലാവുന്നത് വരെ വേവിച്ച് കൊടുക്കാം. പിന്നെ വിസിലൊക്കെ പോയതിന് ശേഷം ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കോട്ടെ. ഇനി അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിന് നന്നായി മിക്സ് ചെയ്ത് സാമ്പാർ ഒന്ന് കുറുകി വരട്ടെ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി.